കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജിൻഡോ, ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് അടക്കമാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എത്ര നാൾ ഇങ്ങനെ സംരക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നിർത്താൻ പറ്റും മന്ത്രി? അല്ല, ഇതില് സർക്കാർ എത്ര സംരക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ പ്രിൻസിപ്പാളോ ഒക്കെ മന്ത്രിക്ക് അനുകൂലമായിട്ട് മന്ത്രിയെ സംരക്ഷിക്കുന്ന രീതിയിൽ നിലപാട് പറഞ്ഞാലും സാധാരണ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ ഒരു സംഭവം, അതായത് മന്ത്രിമാർ ആദ്യം പറഞ്ഞിരുന്ന കാര്യമാണ് ഇങ്ങനൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജിൽ ആ ബ്ലോക്കിലേക്ക് ആളുകളെ കയറ്റുന്നില്ല, ആ ബ്ലോക്കിൽ ആളില്ലാത്തതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ പിന്നീട് രോഗികളടക്കം പറയുന്നുണ്ട്, അല്ല, അവർ ഇന്ന് രാവിലെയും കൂടെ പോയതാണ്, അവിടെ ആളുകളുണ്ട്, രോഗികളുണ്ട് എന്നുള്ളൊരു കാര്യം. എങ്ങനെയാണ് ഇത്ര പൊള്ളയായ കള്ളത്തരങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്? അല്ല, അവര് മുഴുവൻ പറഞ്ഞത് കള്ളമാണല്ലോ. ഇന്നലെ മുഴുവൻ പറഞ്ഞത് കള്ളമാണ്. ഈ സമയം വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ കള്ളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അവർ ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ഇത് കുറെ കാലമായിട്ട് പറയുന്നതും കള്ളം തന്നെയാണ്. അതിന്റെ തെളിവാണല്ലോ ഈ സർക്കാർ ആശുപത്രിയിൽ ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പറഞ്ഞാൽ അപ്പോൾ പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. അത് ഈ നരേന്ദ്രമോദി പറയുന്നത് പോലെ തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഏതെങ്കിലും കാര്യത്തിൽ വിമർശിച്ചാൽ അപ്പോൾ രാജ്യത്തിനെതിരാണെന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങളില്ലെങ്കിലോ, മരുന്നില്ലെങ്കിലോ, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെങ്കിലോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ സ്റ്റാഫോ വേണ്ടപ്പെട്ട ആളുകൾ ഇല്ലെങ്കിലോ അതിനെ വിമർശിച്ചാൽ അത് ആരോഗ്യരംഗത്തിനെ മൊത്തത്തിൽ ഇകഴ്ത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല. ഇവർ എത്ര കോടി രൂപ ചെലവഴിച്ചാണ് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്? ഇന്നലെ ഈ 2 മന്ത്രിമാർ അവിടെ എത്തിയത് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനല്ല. അവരൊരിക്കലും രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന ആളുകളെ അല്ല. അവർ വന്നത് അവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് PR വർക്ക് നടത്താൻ വേണ്ടി വന്ന ആളുകളാണ് അവര്. അല്ലാതെ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ യാതൊരു അന്വേഷണവും നടത്താതെ സൂപ്രണ്ട് പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങ് കേട്ട് വിഴിഞ്ഞിട്ട് അപ്പൊ തന്നെ മാധ്യമങ്ങളോട് പറയും ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങ് എല്ലാത്തിനെയും അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് കളയുന്ന പരിപാടിയല്ലേ ചെയ്തേ. അത് ശരിയല്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഒരിക്കലും ചെയ്യേണ്ടത്. മന്ത്രിമാർ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ വന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നവകേരള സദസ്സിന്റെ സമയത്തല്ലേ കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെയും അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയൊക്കെ മതിൽ ഇടിച്ചു പൊളിച്ചായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ വണ്ടി മറ്റേ 1,05,00,000 ആഡംബര വാഹനം കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ 4/1 ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ മെഡിക്കൽ കോളേജിന്റെ അകത്ത് ആ ഇടിഞ്ഞ് വീണ കെട്ടിടത്തിന്റെ അടുത്തേക്ക് JCB ഹിറ്റാച്ചും ഒക്കെ എത്തിക്കാമായിരുന്നല്ലോ. അപ്പോ നവകേരള സൃഷ്ടി നടത്തുന്ന ഈ രീതിയിലാണ്. മുഴുവൻ കള്ളമാണ്. 2 മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരുന്ന കള്ളമാണ്. കാരണം അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യരത് ഉപയോഗിച്ചത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ഇവർ പറയണം. ആ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വിധേയമാകുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന് വേറെ എവിടെയായിരുന്നു ഇവർ ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നതെന്ന് ഇവർ പറയണം. ശുചിത്വ കേരളമാണ് കേരളം എന്ന് പറഞ്ഞ് വലിയ ശുചിത്വ മിഷന്റെ വലിയ പ്രചരണം, കോടിക്കണക്കിന് രൂപയുടെ പ്രചരണം നടത്തുന്ന സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വന്ന ആളുകൾക്ക് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ എവിടെയായിരുന്നു ഒരു സൗകര്യം ഒരുക്കിയിരുന്നു പറയണ്ടേ? അപ്പൊ അത് കൃത്യമായിട്ട് നമുക്കറിയാം. അവിടെ വന്ന ആളുകൾക്കും അവിടെ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും അറിയാം ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിലാണ് ആളുകൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മന്ത്രിമാർ 2 പേരും നുണ പറയുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി മനസാക്ഷിയില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 4-5 കിലോമീറ്റർ അപ്പുറയാണ് യോഗം ചേർന്നുകൊണ്ടിരുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ. ഈ സംഭവം ഉണ്ടായിട്ട് അവിടെ ഒന്ന് എത്തി നോക്കാൻ പറ്റുമോ? ഒന്ന് താല്പര്യം കാണിച്ചോ? ഒന്ന് അവിടെ ഇത്തരം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കേരളത്തിൽ നിന്നുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ ഇന്ന് വാസവൻ മന്ത്രിയുടെ പ്രസ്താവനയും കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഒന്ന് വരണ്ടേ? ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ? ആ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണ്ടേ? ആ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണ്ടേ? ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ അല്പം മര്യാദ എന്നുള്ളതില്ല ഇവർക്ക്. മനസാക്ഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. അതൊരു മുൻ മാധ്യമ പ്രവർത്തകയല്ലേ. അവരിപ്പോൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ, മാധ്യമത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ നിലപാട് ഇതായിരിക്കുമോ? യാതൊരു അന്വേഷണവും പഠനവും നടത്താതെ, യാതൊരു ആധികാരിക വിവരവും ഇല്ലാതെയായിരുന്നോ അവർ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്? അവർ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. അവർ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് വേണം നമ്മൾ ഇപ്പോൾ വിചാരിക്കാൻ. കാരണം അവർ മന്ത്രിയായിരുന്നപ്പോൾ പറയുന്ന ഓരോ പ്രസ്താവനകളും, ചെയ്യുന്ന ഓരോ നടപടികളും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തതാണ്. വിശ്വാസ്യതയില്ല. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നത് ഈ മന്ത്രി വീണ ജോർജും സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളാണ്.
ആളുകൾക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഒരു ആക്ഷേപം ചൊരിയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടം നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന മനുഷ്യർക്കെതിരെ കേസെടുക്കും. പകരം ഈ ആസൂത്രിതമായിട്ടുള്ള സർക്കാർ അനാസ്ഥ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ, ഈ കൊലപാതകത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണ്ടേ? ഈ 2 മന്ത്രിമാർക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണം. അവർ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം അവിടെ സൃഷ്ടിച്ചതെന്ന് മറുപടി പറയണ്ടേ അവര്? അതെ, അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. വളരെ നന്ദിയുടെ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.